ഹായ്, നമസ്കാരം. എല്ലാവർക്കും DIY വിത്ത് ധന്യയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ ഹരി. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞങ്ങള് മധ്യപ്രദേശിലെ ജബൽപൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇവിടെയാണ് ഹസ്ബൻഡിന് ഇപ്പോ പോസ്റ്റിംഗ് ആയിട്ടുള്ളത്. ആർമി ക്വാർട്ടേഴ്സിലാണ്. അപ്പൊ ഇവിടെ എല്ലാം ദിവാലിയുടെ സെലിബ്രേഷൻസ് എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ധൻതേരസ് ആണ്. അപ്പൊ എല്ലാവരും സ്വർണം, വെള്ളി, അതുപോലെ വീട്ടിലേക്കുള്ള സ്റ്റീൽ പാത്രങ്ങള് ഇതെല്ലാം മേടിക്കുന്ന തിരക്കിലാണ്. ഞാനും പോയി കുറച്ച് ഷോപ്പിംഗ് നടത്തി. എനിക്ക് തീരെ സുഖമില്ല. ഇവിടെ ഇപ്പം ദിവാലി അടുത്തതോടെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. ഈവനിങ്സും രാവിലെയും നല്ല തണുപ്പാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ ആർക്കും, ഹസ്ബൻഡിനും കുട്ടികൾക്കും ഒന്നും സുഖമില്ല. എല്ലാവർക്കും കോൾഡും പനിയൊക്കെയാണ്. അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഡിഷ് ഒരു സ്വീറ്റ് ഡിഷാണ്. ഇന്ത്യൻ ഡിഷ് അല്ല, ഒരു ഇംഗ്ലീഷ് ഡിഷാണിത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റി ഡിഷാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും. അപ്പൊ എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ പതിപോലെ തന്നെ കമന്റ്സ് വഴി അറിയിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ തന്നെ ലഭിക്കും. അപ്പൊ നമുക്കിനി കിച്ചണിലേക്ക് പോവാം. ബനോഫി പൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ബിസ്ക്കറ്റ് ബേസാണ്. അതിനായിട്ട് ഞാനിവിടെ 200 ഗ്രാം ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ മാരി ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ ഞാനെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 75 ഗ്രാം മെൽറ്റ് ചെയ്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒരു ഫുഡ് പ്രോസസ്സറിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അധികം പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടിയാൽ മതി. ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു മിക്സിയിലിട്ടും ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാനൊരു ഫുഡ് പ്രോസസ്സറിലിട്ട് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് മാറ്റാം. ഞാൻ എടുത്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു പാനാണ്. ഇത് ലൂസ് ബോട്ടം പാൻ എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ബോട്ടം നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ക്രഷ് ചെയ്തിരിക്കുന്ന ബിസ്ക്കറ്റും ബട്ടറും കൂടെയുള്ള മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് നന്നായി അമർത്തി ഒന്ന് സെറ്റാക്കണം. ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ എഡ്ജസിനേക്കാൾ നടുഭാഗം ഒന്ന് താന്നിരിക്കണം. അതായത് എഡ്ജസ് കുറച്ചൊന്ന് ഒരു പ്ലീറ്റിൻ്റെ ഷേപ്പിൽ എഡ്ജസ് പൊങ്ങിയും ചുറ്റിനുള്ള എഡ്ജസ് പൊങ്ങിയും നടുഭാഗം താന്നും വേണം ഇരിക്കാനായിട്ട്. ഇതിപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒന്നുകൂടെ നന്നായി സെറ്റായി കിട്ടും. ഇപ്പോൾ ഇത് ഞാൻ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതാണ്. ഇത് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേണ്ട ലെയർ ഒരു കാരമൽ ലെയറാണ്. അതിനായിട്ട് ഞാൻ യൂസ് ചെയ്തത് ഒരു ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഞാൻ ഇവിടെ 400 ഗ്രാമിൻ്റെ ഒരു ടിൻ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. ഇത് കാരമലൈസ്ഡ് ആക്കാനായിട്ട് ഞാൻ ചെയ്തത്, ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിൻ അങ്ങനെ തന്നെ ഒരു വലിയ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു. പൊട്ടിക്കാതെ തന്നെ വെച്ചു. എന്നിട്ട് അത് നിറച്ചും വെള്ളം ഒഴിച്ചു. അതായത് ഈ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് മുങ്ങിക്കിടക്കുന്ന അത്രയും വെള്ളം വേണം. എന്നിട്ട് 1.5 മണിക്കൂറോളം ഞാൻ ആ വെള്ളം തിളപ്പിച്ചു. അപ്പോൾ നമുക്ക് ഇത് തുറന്നു നോക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ മിൽക്ക് മെയ്ഡിൻ്റെ വൈറ്റ് കളർ മാറി ഇത് നന്നായി കാരമലൈസ് ആയിട്ടുണ്ട്. ഇതാണ് കാരമൽ സോസ് ഉണ്ടാക്കാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. ഇനി നമുക്ക് ഇത് ഈ ബിസ്ക്കറ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എഡ്ജസിലേക്കെല്ലാം നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം. ഇനി നമുക്ക് വേണ്ടത് ഒരു ക്രീം ലെയറാണ്. അതിനായിട്ട് ഞാനിവിടെ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. ഇത് ഡയറി ബേസ്ഡ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കത്
മറ്റൊരു സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഗ്ലാസ് പാത്രത്തിലോ തന്നെ വേണം എടുക്കാനായിട്ട്. അതിലേക്ക് ഞാനിപ്പോൾ ഈ ഒഴിക്കുന്ന കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നല്ല ക്രീമി ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയാണ്. ആ ഒരു പരുവത്തിൽ എടുത്താലേ നമുക്ക് ക്രീം നന്നായി വിപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഏത് സ്റ്റീലോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെയോ ഏത് പാത്രത്തിലാണോ നമ്മൾ ക്രീം വിപ്പ് ചെയ്യാൻ പോകുന്നത്, ആ പാത്രം നമ്മൾ വിപ്പ് ചെയ്യുന്നതിന് മുമ്പ്, ക്രീം അതിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിക്കണം. ഞാനത് വിപ്പ് ചെയ്യുന്നത് ഒരു ഹാൻഡ് മിക്സർ വെച്ചാണ്. ഇത് തുടർച്ചയായിട്ടൊരു 6-7 മിനിറ്റ് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസിയിലെത്തുള്ളൂ. നമുക്ക് വേണ്ടത് സ്റ്റിഫ് പീക്സ് ആണ്. ഇപ്പോൾ ക്രീം വിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി. നല്ല സ്മൂത്താണ്, കാണുമ്പോൾ നല്ല ഷൈനിങ്ങും സ്മൂത്തുമാണ്. പക്ഷേ നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സ്പാച്ചുലയിൽ ക്രീം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് താഴേക്ക് വീണ് പോവില്ല. അതാണ് സ്റ്റിഫ് പീക്സ്. അതായത് നമ്മൾ ഏത് ഷേപ്പിൽ വെക്കുന്നോ ആ ഷേപ്പിൽ തന്നെ അത് ഇരിക്കും. ബിസ്ക്കറ്റ് ലെയറിന് മുകളിൽ നമ്മൾ കാരമൽ ലെയർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 4 മണിക്കൂർ അത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇതിൻ്റെ മുകളിൽ ഒരു ലെയർ പഴം കൊണ്ടാണ് കൊടുക്കേണ്ടത്. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പഴം സ്ലൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ പഴം മുഴുവൻ ഞാനിപ്പോൾ 2 പഴമാണ് എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള പഴമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ഇത് ഫുള്ള് നമുക്ക് നിരത്തി ലെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ എടുത്തത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ പല സൈസിലുള്ള പഴം ഇവിടെ കിട്ടില്ല. ഇവിടെ നോർമലി കിട്ടുന്നത് നമ്മുടെ നാട്ടിലുള്ള റോബസ്റ്റ അല്ലെങ്കിൽ ചെങ്ങമ്പഴം പോലുള്ള ഏകദേശം ആ ഒരു ടേസ്റ്റ് വരുന്ന പഴമാണ്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പം മുഴുവൻ ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 200 ml ക്രീമാണ് വിപ്പ് ചെയ്തത്. നല്ല തിക്നെസ്സിൽ വേണം. ഇതിൻ്റെ മുകളിൽ ലാസ്റ്റ് ലെയറാണ് ഈ ക്രീമും കൊണ്ടുള്ള ലെയർ. അപ്പം നല്ല തിക്നെസ്സിൽ വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാനായിട്ട്, ലെയർ ചെയ്യാനായിട്ട്. ഇനി നമുക്കിതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായി സ്പ്രെഡായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ എല്ലാ ലെയേഴ്സും ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ബിസ്ക്കറ്റ് ലെയർ, പിന്നെ അതിൻ്റെ മുകളിൽ കാരമൽ, അതിൻ്റെ മുകളിൽ പഴം കൊണ്ടുള്ള ലെയർ, അതിൻ്റെ മുകളിൽ ക്രീമും കൊണ്ടുള്ള ലെയർ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് കൊക്കോ പൗഡർ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി ഞാൻ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മുടെ ബനോഫെ പൈ റെഡിയാണ്. ഇനി ഇത് നമുക്ക് അങ്ങനെ തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബനോഫെ പൈ ഇവിടെ റെഡിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കുക. അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.